യേശുവിൻ്റെ കാൽവരിയാഗത്തിൻ്റെ തൊട്ടുമുമ്പുള്ള മൂന്നാമത്തെ വീഴ്ചയുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് നാം. യേശുവിൻ്റെ വീഴ്ചകൾ ബലഹീനതയുടെ അടയാളമായിരുന്നില്ല, മറിച്ച് ബലഹീനരെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറുതാകലായിരുന്നു. യേശു 3 പ്രാവശ്യം മാത്രമാണോ കുരിശിൻ്റെ വഴിയിൽ വീണിട്ടുണ്ടാവുക? ഒരിക്കലുമല്ല, എത്രയോ തവണ അവൻ വീണിട്ടുണ്ടാകണം. കാരണം അത്ര കഠിനമായ കുരിശാണ് അവൻ ചുമന്നത്. വചനം പറയുന്നു, നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ഒരിക്കലും ആഹ്ലാദകരമില്ലാത്ത ഒരനുഭവമാണ് വീഴ്ചകൾ. വീഴ്ചകൾ തകർച്ചകൾ തന്നെയാണ്, പരാജയത്തിൻ്റെ പ്രതീകമാണ്. കരുത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നിസ്സഹായ അവസ്ഥയിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് ഈ നിസ്സഹായ അവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കരകയറുമ്പോഴാണ് നമ്മൾ വിജയത്തിൽ എത്തുന്നത്. വീഴ്ചകളെയൊക്കെ വെല്ലുവിളിച്ചവനാണ് ക്രിസ്തു. എന്നിട്ട് ആ വീഴ്ചകളെയൊക്കെ വിശുദ്ധമാക്കി, വിശുദ്ധ പീഡകളാക്കി. അതിനാൽ അവൻ വീണതിൻ്റെ മഹത്വം നാം അറിയണം. മനുഷ്യജീവിതത്തിൽ വീഴ്ചകൾ സ്വാഭാവികമാണ്. എന്നാൽ വീഴ്ചകളിൽ കിടക്കുക എന്നതാണ് പാഠം. അതിൽ നിന്ന് എഴുന്നേൽക്കുക എന്നത് ദൈവികമാണ്. അതുകൊണ്ട് വീഴ്ചകൾ ഒഴിവാക്കാനാവാത്ത ഒരു ജ്ഞാന പാഠമാക്കണം നമ്മൾ. വീഴ്ചകളെ, നമ്മുടെ വീഴ്ചകളിൽ നമ്മെ താങ്ങി നിർത്തിയ യേശുവിൻ്റെ വീഴ്ചകളെയാണ് നാം ഓർക്കേണ്ടത്. ഒരു വീഴ്ചയ്ക്കും നമ്മെ തകർക്കാനാവില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ വീഴ്ചകളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്ക് വേണ്ടി വീണവൻ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് കരം പിടിച്ച് അവൻ്റെ പിന്നാലെ നീങ്ങാം.